നാളെ വൈകിട്ട് ഒരു 5 മണിയാകുമ്പോഴേക്കും റെഡിയായാൽ മതി. ഫംഗ്ഷൻ 6:30 അത് കുഴപ്പമില്ല, പക്ഷെ പൈസ ഇടണ്ട. നോ, ഐ ഇൻസിസ്റ്റ്. ഇങ്ങോട്ടുള്ള ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്തല്ലോ, ഇത് പറ്റില്ല. അന്നത്തെ ആ സിറ്റുവേഷനിൽ പറയാൻ വിട്ടുപോയതാ. ഇതിനൊക്കെ അപ്പുറത്തുള്ള കടപ്പാടാണ് എനിക്ക് നിങ്ങളോടും കുടുംബത്തിൽ. നാളെ ഇത് ഡ്രസ് ആയിടാ. നാളെ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഷർട്ടൊക്കെ ചുളിയാണ്ട് ഇടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതൊക്കെ മടക്കി വല്ല പെട്ടിയിലുണ്ടോ എന്നാണ്. സോറി, അന്ന് മലയാളം കുറച്ച് വീക്കാണ്. പൂനെയിൽ ജനിച്ചു വളർന്ന ഒരാൾ ഇത്രയും മലയാളം പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പൊ ആ ഷർട്ട് പക്ഷേ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ഉണ്ട്, കുർത്ത ടൈപ്പ്. അതിട്ടാ കുറച്ചും കൂടി അടിപൊളിയായി. നമ്മൾ ഏറ്റവും ആദ്യം നോട്ടീസ് ചെയ്യുന്ന അച്ഛനെയായിരിക്കും. ഹി വാസ് സൂപ്പർ ഹാൻസം, നല്ല ഹൈറ്റും. സന്ദീപിന്റെ ഹൈറ്റ് എത്രയാ? അതൊന്നും പ്രശ്നമല്ല. പൂനെയിൽ ഇത് ആദ്യമായിട്ടാണ് കാണുമ്പോ. പൂനെയിലെ ഗാലറികളിലാണ് ഏറ്റവും ഭംഗിയുള്ള പെൺപിള്ളേർ. അപ്പൊ തോന്നിയിട്ടുണ്ട്, ധോണിയെ കാണിച്ചാൽ ധോണിയെ കാണും, ഗാലറി കാണിച്ചാൽ ഗാലറി കാണും. ഓ അങ്ങനെ. ഒരു ദിവസം മിസ്സായാൽ ടെൻഷനാ, കൊളാവും. ഞാനൊരു കാര്യം പറഞ്ഞ ഈഗോടി, അത് ജോലിയാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ബിസിനസ് നമുക്ക് വേണ്ടി പണിയെടുക്കണം. ഞാനിത് സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യം, അതിന് നമ്മൾ അവിടെ വേണം. എന്റെ ഡയലോഗ് വേസ്റ്റായി. ഇഷ്ടംപോലെ വർക്കുണ്ട്, ഫ്രീഡം. അപ്പൊ പിന്നെ ഉറങ്ങുമ്പോഴും കമ്പനി പണിയെടുത്തോളൂ അല്ലേ? महेश जी सर. सॉरी, थोड़ा लेट हो गया. ये क्या? ഈ സന്ദീപ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും പേരുണ്ടോ വീട്ടിൽ വിളിക്കുന്ന? പണ്ട പഠിക്കുന്ന സമയത്ത് ചില എന്നെ ശാന്റി എന്ന് വിളിക്കായിരുന്നു. കാരണം ക്ലാസ്സിൽ 2 സന്ദീപന്മാരുണ്ട്. എൻ്റെ പേര് ഞാൻ സിൻസിയറായിട്ട് പറയാണ്, ഇതിട്ട് കഴിഞ്ഞാൽ ബോറായിരിക്കും. നാളത്തെ മെയിൻ അട്രാക്ഷൻ സാൻഡിയ. ചെല്ല. महेश हो, खाली जाऊन जनरेटर चालू करून घे पटकन. സാൻഡി ഓക്കെ അല്ലേ? ഓക്കെ ആണ്. വിളിക്കട്ടെ വിക്കി. ഓക്കെ സാൻഡി, അപ്പൊ നാളെ കാണാം. അല്ലെങ്കിൽ വട്ട്. രണ്ടാമത് പറഞ്ഞതിനാണ് കൂടുതൽ ചാൻസ്. അഗാധമായ വട്ട്. ഇതിന്റെ ഡബിൾ ഹൈറ്റ് ചാടും. ഇത് അച്ഛന്റെ ഹാർട്ട്, പക്ഷെ അമ്മക്കിത് ഭർത്താവിന്റെ ഹാർട്ടാണ്. ചെല്ല്. Her first project is still on. I think after that she'll take a small break. पता नहीं क्या करेगा. अच्छा पता नहीं है. കിണലിലെ ഹാർട്ട് എനിക്കാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. पता नहीं वही है. I know. അതിനൊരു താങ്ക്സ് പറയാൻ വന്ന. പുള്ളിയുടെ ഉള്ളിലാ. എനിക്ക് മനസ്സിലായല്ലോ. വന്നാലും സന്തോഷം. इससे कोई फर्क नहीं पड़ रहा. नहीं उसकी मम्मी है. Go ahead. I'll join you. इससे नहीं पड़ रहा तो मरेंगे. ഞാൻ എൻ്റെ ഭാര്യയോട് പ്രോപ്പറായിട്ട് സംസാരിക്കുന്നത് ഫസ്റ്റ് നൈറ്റിലാണ്. ഈ തലമുറ നമ്മളെക്കാൾ ബെറ്ററാ. അങ്കിളെ, ഇത് നടക്കില്ല. ഞാൻ ബാക്ക് ഔട്ട് ചെയ്യാണ്. Oh, see, Rihan is here. Hi.
We have decided to call off the engagement. I prefer to keep the reasons private. It's എന്താ ഹരിത ഒരു മിനിറ്റ് അമ്മ ഒന്നും ചോദിക്കല്ലേ तेरे बस की बात नहीं, मैं पूछ लूंगा. खाना तो अच्छा था. बदतमीजी नहीं कर रहा. बदतमीजी नहीं कर ये क्या रहा तू मैं. इसका हाँ इससे तो रिस्क है ही. अच्छा जब उसके दोस्त हैं वो कहाँ जा रहे हो? पहले क्या बात करो, बता के कैसे जाओ. क्या बदतमीजी दिक्कत कर है? रहा പ്ലീസ് ഹാർട്ടി തുറന്നു. तो पहले ही हार्ट ऑपरेशन हो रखा है. हॉस्पिटल हॉस्पिटल पहुंच गए. बेहोश हो गया था शायद. बोला स्ट्रेचर पर लाना. ഡോക്ടർ പറഞ്ഞു സ്ട്രെച്ചറിൽ പോവാന്ന് വേണ്ട വേണ്ട मैं फाइल लेकर आता हूँ. ठीक സാരു ഉള്ള കഞ്ഞിയും കുടിച്ച് വീട്ടിൽ കിടക്കണ്ട എന്നെ ഇവിടെ കൊണ്ടുവന്ന് നടുവ് ഒടിച്ചിട്ട് അയ്യോ അതെങ്ങനെ തോന്നി പിന്നെ പെട്ടെന്ന് തന്നെ അത് മാറി അച്ഛനായിരുന്നെങ്കിൽ അയാളെ പൊക്കിയെടുത്ത് താഴെ എറിഞ്ഞെന്നെ मैडम फाइल. താങ്ക് യു सब ठीक है सर. നോ उसका नाम क्या है? ഇങ്ങോട്ട് വരൂ. രാവിലെ മുതൽ ഈ ക്യാമറ വെറുതെ കിടന്ന് കറങ്ങുന്നു ചേട്ടായി. ഇനി വല്ല സൈബർ കുറ്റവാളി ഹാക്ക് ചെയ്താണോ എന്ന് അറിയാൻ കയറിയതാ. ശശി അവന്റെ വീഴ്ചയിലെ ഫുഡ് എന്തെങ്കിലും താഴെ പോയി നോക്കിക്കേ രാവിലെ വറുത്ത് കുറച്ച് പപ്പടം പൊടിച്ചിട്ടുണ്ട് അതിപ്പോ വൃത്തിയാക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം കടന്നോളൂ ആ, നാളെ തന്നെ പോണോ ഡോക്ടർ പറഞ്ഞു സന്ദീപിന്റെ സ്പൈനില് ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ടെന്ന് ഉടനെ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല फ्रैक्चर हो गया स्पैन में. നടക്കാം ഇരിക്കാൻ തീരെ പാടില്ല अबे बैठ ही सकता. സന്ദീപ് എന്ത് വെച്ചു നേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതല്ല അച്ഛന്റെ ഹാർട്ട് അത്രയും നാള് കൂടെ വീട്ടിലുണ്ടാവുമല്ലോ ഞങ്ങളുടെ കൂടെ ബില്ല് ഞാൻ ഗൂഗിൾ പേ ചെയ്യാം ഏ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് അമ്മ ഇവിടുത്തെ HR ഹെഡാ ഷീൽ ടേക്ക് കെയർ ഓഫ് अच्छा यहाँ क्या चल रहा है? अबे इसको भी लगी चोट. അഡ്ജസ്റ്റ് ചെയ്യണ്ട. എനിക്ക് മനസ്സിലായി പിന്നെ ആദ്യ ഇടി തന്നെ ബോധം പോയി. ഫസ്റ്റ് എഡി തന്നെ ബോധം ആദ്യ ഇടി തന്നെ ബോധം പോണം. എന്താല്ലേ ഏതോ എല്ലില് ദൈവമേ, ഓരോരോ പാർട്സ് ആയിട്ട് ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡള്ളാവണ്ട പൂനെയിൽ 2 ആഴ്ച 2 ദിവസം പോലെ പോവും ഇലവ തണലിടം തരുവാൻ നിറച്ചിരിയോടി പോരും പൂമഞ്ചം നീർത്താൻ പനിമതിമേലെ ചേരും കാനൂഴം തേടുന്നേ प्रणाम करे. मंदिर है सामने. തണലിടം തരുവാൻ നിറച്ചിരിയോടി मूवी देख रहा है. कस पड़े हुए.
रिपेयर कर दियो തെളിഞ്ഞു ഓരോ വാക്കിൽ കഥ നീട്ടി അതിലെ മാഞ്ഞേ പോ अच्छा मिलिट्री में ना साइड में आई है अच्छा इन्होंने सुबह तक खाना देखो क्या हो गया अच्छा शिकायत कर रहे हैं वो है इसके साथ बता नहीं रहे ना एंगेजमेंट क्यों रुकी इसने हाँ वो नहीं बताया अभी तक बस गुड मॉर्निंग ഗുഡ് മോർണിംഗ്. पल्लवी मला दुपारी जेवण नाही पाहिजे. ഉണ്ട്, വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ ഈ വെറുതെ ഇരിക്കാൻ തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. വെറുതെ നിൽക്കാൻ खड़े खड़े का अच्छा बैठ नहीं सकता ना ये तो लेट सकता है ये खड़े जा सकते हैं അവിടെ അടിപൊളി ആംബിയൻസാ, നല്ല മരങ്ങളൊക്കെ ഉള്ള ഒരു ക്യാമ്പസ്. പോയാലോ? ഈ കാറിൽ കിടന്നുള്ള യാത്രയ്ക്ക് ഞാനില്ല. കാറ് വേണ്ട. कैसे जाएगा फिर ये बस में जाएगा सर अच्छा खड़े खड़े ഇതാണ് വെരി ഗുഡ് ആംബിയൻസ്. എന്താ പൂജയാ? അത് ഇവിടുത്തെ ചില രീതി. अबे क्या हो गया एग्जाम താങ്ക് യു. girlfriend? Oh, sorry. Father and daughter. I mean, young father and daughter. Oh, nice. I love Malayalam film industry. Very sensible. But my girlfriend, she's total. Just for her. But I love Fafa, man. Fafa? Fahad Fasil. Avisham, Kumbalungi Nal. But we have good senior actors also. No. Only Fafa. Only Fafa? പൂനെ ശരിക്കൊന്ന് കാണാൻ യോഗം ഉണ്ടായില്ല. നാട്ടിലെല്ലാവരും വിചാരം ഞാൻ ഇവിടെ കറങ്ങി നടക്കാം. അതിപ്പോ ഹെൽത്ത് ഒക്കെ ആയാൽ കറങ്ങാൻ വേണ്ടി കുറച്ച് കൊതി ബാക്കി വെക്കണം. तेरी बात सुन के हंस रहा हो. ये वही है ना I'll call you back. जिससे इसकी सगाई हुई थी फिर क्यों नहीं ले? സന്ദീപിന് ഒരു ബാക്ക് ഇഞ്ചുറി ഉണ്ട്. യെസ് ഞാൻ അറിഞ്ഞു. അന്നത്തെ വീഴ്ച ആ ഒരു ഒറ്റ ചവിട്ടിൽ ബോധം പോയല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. പിന്നെ ഹരിത ശരി पता नहीं क्या എന്തായാലും ആ ചടങ്ങ് കഴിഞ്ഞു. ഐ ഹോപ്പ് യു ആർ ഗുഡ് നൗ. अभी नहीं पता चल वो क्या भयंकर ഹാർട്ട് എങ്ങനെയുണ്ട്? ഹാർട്ടിന് കുഴപ്പമില്ല. ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. മലയാളി തന്നെയാ, ഇവിടെ ജനിച്ചു വളർന്നതാ. മലയാളം ഒട്ടും പറയലായിരുന്നു. ഇത് എന്നെ ഇംപ്രസ് ചെയ്യാൻ പഠിച്ചതാ. ഒക്കെ ഒരുമിച്ചാ ഞങ്ങളുടെ ആർക്കിടെക്ചർ ഫേം സ്റ്റാർട്ട് ചെയ്തത്. ചില കാര്യങ്ങള് കുറച്ച് ലേറ്റ് ആയിട്ടാണ് മനസ്സിലായത്. അവൻ ഞാൻ അറിയാതെ എൻ്റെ ഫോണിൽ ഒരു സ്പൈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. अच्छा എന്നുവെച്ചാല് अच्छा स्पाई ऐप എനിക്ക് കുറെ നാളായി ഡൗട്ട് ഉണ്ടായിരുന്നു. ലൈക്ക് ഹി ഓൾവേസ് ന്യൂ തിങ്സ് ഇൻ അഡ്വാൻസ് പോലെ. എൻഗേജ്മെന്റ് ഫോർവേഡ് അയച്ചതാ. കിരൺ അത് കണ്ടു, ഓവർ തിങ്ക് ചെയ്ത് സീനാക്കി അവനെ പോയി തല്ലി. കറക്റ്റ്. അത് മനസ്സിലായപ്പോ അതിനൊരു തീരുമാനമായി. എന്റെ നടുവിന്റെ കാര്യത്തിനൊരു തീരുമാനമായി. എന്താ है എനിക്ക് ചെറിയൊരു വട്ടുണ്ട്. ചെറുതോ? പണ്ടേ അച്ഛൻ ഈ ബോർഡറിലൊക്കെ പോസ്റ്റിംഗ് കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര ആങ്ഷ്യസ് ആവാറുണ്ട്. അച്ഛൻ്റെ ഫോൺ മൊത്തം പറയുന്നില്ല, സാൻഡി പേടിക്കും. അയ്യോ വേണ്ട, പുതിയ ഹാർട്ടാണ്, താങ്ങൂല. ഇഷ്യൂ പ്രോബ്ലം
प्रॉब्लम बसता येत नाही. सर बहुत सीरियस है. लय नॉनव्हेज खायचं नाही. ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഭാഷ പഠി വൃത്തിയായിട്ടാണ്. റെഹൻ, വാട്സപ്പ് സ്റ്റേറ്റസ് ആരൊക്കെ കണ്ടോന്നാണോ നോക്കുന്നത്? എന്ത് ഡ്രാമ? നല്ലതല്ലേ? ഞാൻ ഹാപ്പി ആയിരിക്കുന്നത് ആൾക്കാർ അറിയുന്നത്. നിന്റെ വേൾഡ് മാത്രം നോക്കി സെൽഫ് സെന്റർ മുടങ്ങിയത് നീ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നല്ല എന്റെ അർത്ഥം. കിരണിന്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു. അവരിനി പറയാൻ ഒന്നും ബാക്കിയില്ല. ഹരിത ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, നിങ്ങൾ ശരിക്കും അമ്മയും മോളും അല്ലേ? ഞാനത് കാണിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് ആ സ്റ്റിൽസൊക്കെ എടുപ്പിക്കുന്നത്. അമ്മ പറഞ്ഞ കറക്റ്റാ. ഈ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ഇത്ര ഓവർ ഈ പൂനെ മുളക് തിരിഞ്ഞു നടക്കാൻ പറഞ്ഞിട്ടില്ല. ആർട്ട് പോലല്ല നടു, മാറ്റി വെക്കാൻ പറ്റില്ല. ഒരാൾ എന്റെ ഭാഗത്ത് നിൽക്കുന്നത്, അതും അകത്ത് രവിയുടെ ഹാർട്ടാവുമ്പോ. താങ്ക് യു. ഗുഡ് നൈറ്റ്. वो आ जाएगी. ये सारी बोलने आई होगी. अच्छा, ये सारी बोल रही. ഗുഡ് നൈറ്റ്. ഈ കൊച്ചു പോയിനിൽ എന്തൊക്കെയാണ്? പക്ഷെ നിങ്ങൾ നോർമലാണ്. ഈ രണ്ട് പെണ്ണുങ്ങളും ഇങ്ങനെ ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫീലിംഗ്? സോറി സോറി. उसी का वन रजनी അടിക്ക് പിടിച്ച എന്താ ചെയ്യാ? കുറച്ച് വെളിച്ചെണ്ണ വെച്ച് മറിച്ചിടാൻ പറ. അയ്യോ, അവിടെ വേറെ മോളോട് പറ അങ്കിളിപ്പ ഷെഫല്ലെന്ന്. അയ്യോ കട്ടിയല്ലേ? മോള് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഓംലെറ്റ് തിരിച്ചിട്ട് അതിന് കൊണ്ട് കൊടുക്ക. ഓ വെക്കാം. क्या जा रहा है? ഇത് പറ്റി क्या सोच रहा? डॉगी कितना प्यारा डॉगी है. അല്ലെങ്കിലും പട്ടികൾക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അശോക്കെ എൻ്റെ റെൻ്റേക്കാരനെ ഞാൻ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതല്ല കാര്യം. ദേ ഇത് കണ്ടോ, അവൻ എന്നോടൊരു നീരസം, ഒരു താല്പര്യക്കുറവ്. എന്നാന്ന് എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ എന്നറിയാമോ? അത് അറിയാനാ. ഞാൻ എന്ത് ഡൗട്ട് വന്നാലും ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കും. ഇത് സെല്ലുലാർ മെമ്മറി എന്ന് പറയും. എന്നെ ഫസ്റ്റ് കണ്ട ടൈമില് അങ്ങനെ വല്ല ഓർമ്മ വന്നോ? സ്വപ്നമായിട്ട് മറ്റോ? ഇതെനിക്ക് ഫ്രഷ് ആയിട്ട് കിട്ടിയതാ. കിട്ടിയാൽ ഒരു വോയിസ് നോട്ട് ഇട്ടാ. ഓക്കെ, फिर लड़ाई हो गई. फिर से हो रही लड़ाई दोनों के बीच. അവിടെ വരെ പോയിട്ട് വരാൻ കൂടി പോയി 1 മണിക്കൂറല്ലേ എടുക്കൂ. ഇനി ഇതിനെ കുറിച്ച് ഈ വീട്ടിലൊരു ഡിസ്കഷൻ വേണ്ട. നീ വെറുതെ Yes, I am stubborn about it because of the hurt. लड़ाई से बीच में. അറ്റ്ലീസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലല്ലേ. പക്ഷെ 3 വർഷമായിട്ട് എന്റെ അച്ഛൻ കിടപ്പിലാണ്. നരകിക്കാണ്. अच्छा इसके पापा സന്ദീപ് ഇതിൽ ഇൻവോൾവ് ആവണ്ട. കാര്യം എന്താണെന്ന് പോലും എനിക്കറിയില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ ഇൻവോൾവ് ആകുന്നത്? ഞാൻ പറയാം സന്ദീപ്. खुद ही बता रही है. എന്നിട്ടും മരിച്ചില്ല.
ഇല്ല അച്ഛൻ രവിയോട് റോങ് ആയി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാരും പറയുന്നത് അച്ഛൻ രവിയോട് ചെയ്ത തെറ്റിന്റെയാ ഇപ്പൊ ഈ അനുഭവിക്കുന്നതെന്ന്. അത് ചെയ്തത് ഇല്ല, അവരച്ഛന്റെ ആത്മാവിനെ കൊണ്ടുവന്ന് മാപ്പ് കൊടുപ്പിക്കട്ടെ. ബ്രദർ എന്താ പറഞ്ഞേ? രവി ഇല്ലെങ്കിലും രവി സമാധാനായിട്ടിരിക്കും, അച്ഛൻ മരിച്ചോളൂ. സാൻഡി, സാൻഡിക്ക് ഇതിന്റെ ബാക്ക് സ്റ്റോറി അറിയാത്തോണ്ടാ. ജീവിച്ചിരിക്കുമ്പോ അച്ഛൻ ഒരിക്കലും അയാൾ മാത്രം അച്ഛൻ്റെ ഉള്ളൂ, തല ചേട്ടൻ്റെ. സാൻഡി പ്ലീസ് ലിസൺ ടു മീ. അല്ലല്ല, എനിക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാർട്ടിന്റെ മനസ്സ് മാറിയതായിരിക്കും. ധൈര്യമായിട്ടിരിക്കുമോ? നമ്മൾ അതെ, അച്ഛനെ ചെയ്തിട്ടേ നമ്മൾ പൂനെ വിടും.